ഈ തിരുവല്ലയിൽ ഈ ആന്റോ ആന്റണി ഒന്നും നിന്നിട്ട് ഒരു കാര്യവും ഇല്ല. ചുമ്മാ കാര്യത്തിന് അവനിവിടെ നിൽക്കുന്നതെന്നൊരു പിടുത്തവും ഇല്ല. ഇവൻ നിന്ന് ഇത്രയും നാളായി നിന്നിട്ട് തിരുവല്ലയിൽ എന്തോ അവനൊരു വികസനം കൊണ്ടുവന്നു ഒരു കാര്യം പറ. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഇത് കൊണ്ടുവന്നു, എന്തോ എസ്കലേറ്റർ. അവൻ മേളിലോട്ട് കയറാൻ താഴോട്ട് ഇറങ്ങണ്ട, അപ്പം മേളിലോട്ട് കയറുന്ന താഴോട്ട് ഇറങ്ങണ്ടേ? എടാ, ഇത്ര വിവരവും ബോധവും പാണ്ഡനുമായിട്ടുള്ള MP വേറെ ആരുണ്ട്? ഇവന് വെള്ളപ്പൊക്കം കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ ഷൂവും ഗ്ലൗസും ഇട്ടുകൊണ്ട് ഇറങ്ങും. ഏതാ വെള്ളപ്പൊക്കം എല്ലാം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് വെയിലെല്ലാം ഉറച്ച് വെള്ളമെല്ലാം പോയി കഴിയുമ്പോൾ ഷൂവും ഗ്ലൗസും ഇട്ടുകൊണ്ട് ഇവൻ്റെ കൂടെ കുറേ ശിങ്കിടികളും കാണും. കോൺഗ്രസ് ഒന്നും വോട്ട് ചെയ്തിട്ട് കോൺഗ്രസിൻ്റെ കാലം കഴിഞ്ഞു. ഇനി എവിടെ കയറാനാ? ഇവനൊന്നും കയറത്തില്ല. പപ്പുവിനെയും കൊണ്ടൊന്നും നടക്കത്തില്ല. പപ്പുയുമായിട്ട് ഇടയ്ക്ക് വന്നേച്ച് ഈ ടാറ്റ സുമാർ വണ്ടിയുടെ മേളിൽ കയറുക, വട തിന്നുക, തട്ടുകടയിൽ കയറുക, അങ്ങോട്ട് ചാടുക ഇങ്ങോട്ട് ചാടുക. ചാടുന്ന പോലെ ചാടാനല്ല, അവനെയും കൊണ്ടൊന്നും നട. അവനൊന്നും കഴിവില്ലാത്തവനാണ്. ചുമ്മാ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ ചാടുകയല്ല. ഇവനെയും കൊണ്ട് വല്ല കാര്യമില്ല, നടക്കൂ എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. ആണ്ട പിന്നെ റെയിൽവേ സ്റ്റേഷനിലെ ഒരു ഇപ്പം മാറ്റുമെന്ന് അറിയത്തില്ല, അവിടെ ഒരു PJ കുര്യൻ അപ്പിടി ഇപ്പിടി എന്നും പറഞ്ഞ് എഴുതിയ ഒരു തുരുമ്പിച്ച ഒരു ബെഞ്ച് കിടപ്പുണ്ട്. അത് ആരെങ്കിലും കോൺഗ്രസ് ഇത്രയും നേതാക്കന്മാർ തിരുവല്ലാറുണ്ട്, ഒറ്റ ഒരുത്തൻ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തുരുമ്പിച്ച് താഴെ പോയി ഒരു കാല് പോയി, എന്നിട്ടും പേരെഴുതിയിട്ടേക്ക്. നാണമില്ല അവനൊക്കെ. എത്ര വർഷമായി അതവിടെ കിടക്കുന്നു? എന്നാൽ നേതാക്കന്മാർക്ക് കുറവുമില്ല. നേതാക്കന്മാരല്ല, എവിടെയെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് നോക്കണം, ഒറ്റ ഒരു 1000 കസേരയുണ്ട്, 100 കസേര പോലും ആൾ കാണത്തില്ല. എന്നാൽ സ്റ്റേജ് ഫുള്ള് ഇടിച്ച് അങ്ങ് കയറുക. ഇവനൊക്കെ എന്തോ കാര്യത്തിന്? ഇവൻ ഇത്രയും വർഷമായി ഇവിടെ നിന്നിട്ട് എന്തോ ഒരു പ്രയോജനമുണ്ട്? ഒരു നാട്ടിലെന്തോ ഈ അടുത്ത സമയത്ത് മഞ്ഞാടി കൊണ്ടുവന്നൊരു ബസ് സ്റ്റോപ്പ് വെച്ചു. അതിൻ്റെ അടങ്കൽ തുക എഴുതണമെന്ന് പറഞ്ഞിട്ട് അടങ്കൽ തുക അങ്ങ് അവിടെ എഴുതി വെച്ചിട്ടില്ല. ഏതാ ഇവൻ? യാതൊരു പ്രയോജനമില്ല. ഇവനെ ജയിപ്പിച്ചേച്ച് നാടിന് ഒരു പ്രയോജനവും ഇല്ല. കഴിഞ്ഞ വർഷമാണോ അതിൻ്റെ മുമ്പത്തെ വർഷമാണോ ബഡ്ജറ്റിൽ ഇത് നഷ്ടപ്പെടുത്തി കളഞ്ഞവനാ. ചോദിച്ചു നോക്കുക കറക്റ്റാണോ എന്ന്. ഇവൻ എവിടുത്തെ MP? എന്തോ MP ഇവന് എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു തിരുവല്ല മുനിസിപ്പാലിറ്റി 29-ാം വാർഡ്. 25 വർഷം കോൺഗ്രസ്സുകാർ ഇരുന്ന അവിടെ നശിപ്പിച്ച് നാരായണക്കല്ല. ഈ വഴിയിലെല്ലാം കാടോട് കാട്, സർപ്പക്കാവി കയറുന്ന പോലെ ആയിരുന്നു റോഡ് മുഴുവൻ. ഓടയെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിപ്പാനുള്ള ഓടകൾ മുഴുവൻ നികന്ന് ഇതായി. ഒരു പണിയില്ല, ഒരു കാര്യങ്ങളും ചെയ്യത്തില്ലായിരുന്നു. മുഴുവൻ നശിപ്പിച്ച് നാരായണക്കല്ലാക്കി ഇട്ടേക്കുമായിരുന്നു. പണ്ട് 25 വർഷം മുമ്പ് അമ്പാട്ട് ഷായിച്ച എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പുള്ളിക്കാരനുള്ളപ്പോൾ ഒക്കെ നല്ല രീതിയിൽ പണി നടന്നു. 25 വർഷം മുമ്പ് പുള്ളി മരിച്ചുപോയി. അത് കഴിഞ്ഞ് 25 വർഷം കോൺഗ്രസ് കയറി നിരങ്ങി അവിടെ നശിപ്പിച്ച് കളഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം BJPയുടെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു. ഇപ്പോൾ അവിടെ വന്ന് നോക്ക് എങ്ങനെ അവിടെ കിടക്കുന്നത്. അവിടെ എങ്ങനെ കിടക്കുന്നതെന്ന് നോക്ക്. ഓടയൊക്കെ ഒന്ന് നല്ല ടൈൽസ് ഇട്ട പോലെ ഓടയൊക്കെ കിടക്കുന്നത്. അത്ര ക്ലീൻ പണി അവിടെ നടക്കുന്നത്. ഇതുമായിട്ട് പേപ്പറിൽ മുൻ MP അല്ലെങ്കിൽ മുൻ വാർഡ് മെമ്പർന്ന് ഇടണം, അത്രയേ ഉള്ളൂ. പിന്നെ പെൻഷനും കിട്ടും. എന്തോ കാര്യത്തിനാണ് ഇവനൊക്കെ ഈ നാട് നശിപ്പിക്കാനാണ്. ഇവനൊക്കെ വേറെ വല്ല പണിക്കും പോലും. ഇപ്പം തെങ്ങ കയറാൻ പോലെ നല്ല പൈസയാണ്. തെങ്ങ കയറാൻ പോലെ 100 രൂപ, 75 രൂപ, 100 രൂപയാണ്ടോ തെങ്ങ കയറുന്നത്. ഇവനൊക്കെ ആ പണിക്ക് പോകുമല്ലോ. ഇവനിപ്പോൾ എത്ര വർഷമായി ഇവൻ MP ആയിട്ട് ഇവിടെ മത്സരിക്കും? ഇവൻ എന്തോ ഒരു പ്രയോജനം ഉണ്ടാക്കിയത്? തിരുവല്ലയിൽ എന്തോ ഒരു കൊണ്ടുവന്ന് വെള്ളപ്പൊക്കം കഴിഞ്ഞ് ഷൂവും ഗ്ലൗസും ഇട്ട് ഇറങ്ങുന്നതാണ് വികസനം. വെള്ളപ്പൊക്കം കഴിഞ്ഞ് ഉടനെ അല്ലേ, വെള്ളപ്പൊക്കം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞാണ് വരുന്നത്. മനസ്സിലായി? ഈ മറ്റവന് എന്തുവാ അവൻ്റെ പേര്, ആൻ്റണിയുടെ മോന്, അവനൊരു ഭരണപക്ഷിയിൽപ്പെട്ടവനാണ്. അവൻ ജയിച്ചു കഴിഞ്ഞാൽ എന്ത് വലിയൊരു പ്രയോജനം ഉണ്ടാവും? അവൻ ജയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രയോജനം തിരുവല്ലായിക്ക് ഉണ്ടാവും. എന്ന് വെച്ചാൽ അവർക്ക് ഒരു ആദ്യമായിട്ടൊരു സീറ്റ് കിട്ടുന്നത് പോവാ ജയിച്ചാൽ. മനസ്സിലായോ? എന്തെങ്കിലും പ്രയോജനം തിരുവല്ലായിക്ക് ഉണ്ടാവും. ഭരണകക്ഷിപ്പെട്ടവനാണ്. ഈ മറ്റേ ഈ ആൻ്റോ ആൻ്റണിയൊക്കെ ജയിപ്പിച്ച് വിട്ടിട്ട് ഒരു കാര്യമില്ല. ഇത്രയും നാളായി ജനങ്ങളുടെ കണ്ണു തുറക്കാത്ത വലിയ കഷ്ടമായി ഇവരെ ജയിപ്പിച്ച് വിടുന്നത്. എന്ത് കാര്യത്തിനാണ് ഇവനെയൊക്കെ ജയിപ്പിച്ച് വിടുന്നത്? ഒരു കാര്യവുമില്ല. ഉപയോഗശൂന്യമായ പാഴ് ബസ്സും. അവനെയൊന്നും ജയിപ്പിക്കല്ലേ. LDF ജയിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇപ്പം ഇതിനകത്ത് ജയിച്ചാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണം. LDFന് ഈ കേന്ദ്രത്തിൽ ഇതൊന്നുമില്ല. അവർ ജയിച്ചാലും അവിടെ പോയി ചുമ്മാ ഇരുന്നേച്ചിങ്ങ് പോരാന്നേ ഉള്ളൂ. ആയോ കാപ്പിയോ എന്തോരം വടയോ എന്തോരം തിന്നിട്ടിങ്ങ് പോരാന്നേ ഉള്ളൂ. ഭരണകക്ഷിപ്പെട്ടവരുത്തം ജയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും? ആൻ്റോ ആൻ്റണി ഇത്രയും നാൾ ജയിച്ചിട്ട് എന്തോ ഉണ്ടായി? ഒരു കാര്യം പറ. ഈ കോൺഗ്രസ്സുകാർ, മുഴുത്ത കോൺഗ്രസ്സുകാർ ഇഷ്ടം പോലെ എന്തോ ഇവനോട് ചെയ്തത്? ഒരു കാര്യമില്ല. ചുമ്മാ പേപ്പറിൽ മനോരമക്കാരൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അപ്പടി ചെയ്തു, ഇപ്പിടി ചെയ്തു. എന്തുവാ ചെയ്തത്? ഒന്ന് കാണിക്കേ. ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷത്തെ ബഡ്ജറ്റിൽ ഈ MP1 ഈ നഷ്ടപ്പെടുത്തി കളഞ്ഞവനാണ് ഇവൻ.
ഇവനാ എന്ത് അപ്പം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോവോ?